2022 ജാനുവരിയിലാണ് ഐസ് ഏജ് അഡ്വഞ്ചേഴ്സ് ഓഫ് ബക്ക് വൈൽഡ് റിലീസായത്. മൂവി തുടങ്ങുന്നത് എല്ലി ആദ്യ മൂവീസിലെ രംഗങ്ങൾ വരച്ചു കാട്ടി കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയുള്ള ആദ്യ ഭാഗം, എല്ലിയെ കണ്ടുമുട്ടിയത്, അങ്ങനെ പിന്നെ ബക്ക് എന്ന സാഹസികനെ കണ്ടുമുട്ടിയതും. എല്ലിയുടെ ബ്രദേഴ്സായ ക്രാഷും എഡിയും കൂടുതൽ വികൃതികളായിട്ടുണ്ട്. അടങ്ങിയിരിക്കുക അവരുടെ ലൈഫിൽ പറഞ്ഞിട്ടേയില്ല. പക്ഷെ എല്ലി എപ്പോഴും സേഫ്റ്റിക്കായി പിന്നാലെ തന്നെയുണ്ട്. അതവരെ കുറച്ചൊന്നുമല്ല ഇറിറ്റേറ്റ് ആക്കുന്നത്. ഐസ് ഏജ് ടീം ഒരു ക്യാമ്പിങ്ങിലാണ്. അപ്പോതാ മഞ്ഞുമല അടർന്നു വീഴുന്നു. സംഗതി ക്രാഷും എഡിയും കാരണം തന്നെയാണ്. ഇത് കണ്ട് മാനി ആകെ കലിപ്പിലാണ്, ഡിയാഗോയും. പക്ഷെ സിഡും എലിയും സംഗതി കൂളാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് കശപിശയിൽ ഇൻസൾട്ട് ആയതിനാൽ വാശി പിടിച്ച് കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോയാലും ക്രാഷും എഡിയും കരുതുന്നുണ്ട്. പക്ഷെ തന്നെ ചെറുപ്പത്തിൽ രക്ഷപ്പെടുത്തി സ്വന്തം കുടുംബം പോലെ അംഗീകരിച്ച ക്രാഷിന്റെയും എഡിയുടെയും ഫാമിലിയോട് എന്നും എലി കടപ്പെട്ടവളാണ്. അവരുടെ അമ്മ മരണപ്പെട്ട ശേഷം എഡിയെയും ക്രാഷിനെയും അവൾ പൊന്നുപോലെയാണ് നോക്കിയിരുന്നത്. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ എഡിയും ക്രാഷും സ്കൂട്ടാവുകയാണ്. എലിയോട് ഉറക്കത്തിൽ യാത്ര പറഞ്ഞ് സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാൻ രണ്ടുപേരും യാത്രയാവുന്നു. രാവിലെ ഉണർന്നപ്പോഴാണ് രണ്ടുപേരും പോയത് ടീം മനസ്സിലാക്കുന്നത്. എല്ലാത്തിനും കാരണം മാനിയുടെ മുരട സ്വഭാവമാണെന്ന് പറഞ്ഞ് എലി ടീമിനെയും കൂട്ടി അവരെ തിരഞ്ഞു പോവുകയാണ്. ക്രാഷും എഡിയും പക്ഷെ ലൈഫ് ആഘോഷിക്കുകയാണ്. പക്ഷേ രണ്ടാളും പോയി വീഴുന്നത് ഒരു ഗുഹയിലാണ്. അത് ഡോൺ ഓഫ് ദി ഡൈനോസർ എന്ന ഐസ് ഏജ് 3 ലോസ്റ്റ് വേൾഡിലേക്കുള്ള വഴിയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അവർ പോകുമ്പോൾ അവരുടെ പിന്നാലെ 2 പേരുണ്ട്. സോറി, 2 അല്ല 3 പേർ. പിന്നാലെ കൂടി അവരിൽ നിന്ന് ഓടിപ്പോയി ലോസ്റ്റ് വേൾഡിൽ തന്നെ ചെന്ന് വീഴുന്നു. സംഗതിയെല്ലാം ഇപ്പോൾ കാണാൻ പഴയ പോലെ തന്നെ. പക്ഷെ ഒരു ഭീമൻ ചിരന്തി പിടികൂടാൻ വരുമ്പോൾ ഓടിച്ചാടിപ്പോയി ഒരു ഡൈനോസോറിൽ വീഴാൻ നിൽക്കുമ്പോൾ നമ്മുടെ ബക്ക് പറന്നു വന്ന് അവരെ രക്ഷിക്കുന്നു. എന്നാൽ നേരത്തെ കണ്ട 2 റെപ്റ്റൈൽ അവരെ ആക്രമിക്കാൻ ശ്രമിച്ച് കൂടെ തന്നെയുണ്ട്. എന്നാൽ ബക്കാര മുതല് ഓർസോൺ എന്നൊരു ഡൈനോയെ പണ്ട് നാട് കടത്തിയിരുന്നു. അവൻ തിരിച്ചു വന്ന് ലോസ്റ്റ് വേൾഡിനെ കീഴടക്കാൻ ശ്രമിക്കുകയാണ്. അവന്റെ ശിങ്കിടികളാണ് ഈ റെപ്റ്റൈൽസ് എന്ന് ബക്ക് പോസംസിനോട് പറയുന്നു. അത് തടയണം, ഇല്ലെങ്കിൽ ഒരു സമാധാനവും ഉണ്ടാവില്ല. അല്ല, എന്താ ഇപ്പൊ നിങ്ങൾ ഇവിടെ എന്ന് ബക്ക് അവരോട് ചോദിക്കുന്നു. ഓ, ഞങ്ങൾ മെച്യൂറായി, പിന്നെ ടീമിന് ഞങ്ങളെ വേണ്ടതാണ്, അതുകൊണ്ട് ഞങ്ങൾ സ്വന്തം നിലക്ക് ജീവിക്കാമെന്ന് വെച്ച് ഇറങ്ങി പുറപ്പെട്ടതാണ്. സംഗതി ഇവർ ഒളിച്ചോടിയതാണെന്ന് മനസ്സിലാക്കിയ ബക്ക് രണ്ടിനെയും തിരിച്ച് ടീമിന്റെ അടുത്ത് എത്തിക്കാൻ പോവുകയാണ്. അങ്ങനെ എക്സിറ്റിന്റെ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് കവാടം ആരോ അടച്ചിട്ടുണ്ട്. അത് ഓർസോൺ തന്നെയാണ്. ഇവനാണ് ബക്ക് നേരത്തെ പറഞ്ഞ ആൾ. ഡൈനോസേഴ്സ് ആണ് എല്ലാത്തിലും മുൻപന്തിയിലെന്നും ബക്കും എഡിയും ക്രാഷിനെ പോലെയുള്ള മാമൽസ് അവർക്ക് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരാണെന്നും ഓർസോൺ വിശ്വസിക്കുന്നു. ഡൈനോസ് ഭരിക്കേണ്ടവർ, മാമൽസ് ഭരിക്കപ്പെടേണ്ടവർ. ഓർസോൺ മാത്രമാണ് സംസാരിക്കാൻ കഴിയുന്ന ഏക ഡൈനോ. വലിയ തലച്ചോറാണ് അവന്. ലോസ്റ്റ് വേൾഡ് ഭരിക്കാനാണ് അവന്റെ പ്ലാൻ. റെപ്റ്റൈൽസ് പോസംസിനെ പിടിക്കാൻ നോക്കിയപ്പോൾ ബക്ക് അവരെയും കൊണ്ട് രക്ഷപ്പെടുകയാണ്. ഓർസോൺ റെപ്റ്റൈൽസിനെ അവരുടെ പിന്നാലെ പറഞ്ഞയക്കുന്നു. ബക്ക് പോസംസിനെ തന്റെ രഹസ്യ സങ്കേതത്തിൽ എത്തിക്കുകയാണ്. ഞങ്ങളും ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. തൽക്കാലത്തിന് മാത്രം. പുറത്തേക്കുള്ള വഴി തെളിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ 2 പേരെ ഞാൻ പറഞ്ഞേക്കുമെന്ന് അവരോട് പറയുന്നുണ്ട്. ഈ സമയം പോസംസിനെ തിരഞ്ഞ് നമ്മുടെ ടീം നടക്കുകയാണ്. ഓർസോണിനെ പണ്ട് ഒതുക്കി പുറത്താക്കിയതായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൻ 2 റെപ്റ്റൈൽസിനെ മെരുക്കിയെടുത്ത് എങ്ങനെയോ തിരിച്ചു വന്നിരിക്കുന്നു. ഇനി അവന്റെ തുരത്തിൽ അത്ര എളുപ്പമല്ല. എല്ലാവരും തുല്യരാണ് എന്ന് തെളിയിക്കാൻ, എല്ലാ ജീവികൾക്കും ഒരുപോലെ ചിലവഴിക്കാൻ ഒരു വാട്ടറിംഗ് ഹാളിൽ സങ്കേതമുണ്ടാക്കിയിരുന്ന ഒരു സ്ക്വാഡ് ഉണ്ടായിരുന്നു. ആ സ്ക്വാഡിലെ അംഗമായിരുന്നു ബക്ക്. പക്ഷെ ഈ പദ്ധതിയോട് ഓർസൺ യോജിച്ചിരുന്നില്ല. സ്ക്വാഡിനെ തുരത്താൻ അവൻ തീരുമാനിക്കുന്നു. ഓർസണിനെ നേരിടുന്നതിനിടയിൽ സ്ക്വാഡിലെ 3 പേരെ നഷ്ടപ്പെടുന്നു. എന്നാൽ ഒരുവിധം ഓർസോണിനെ തോൽപ്പിച്ച് ലാവ ഐലൻഡിൽ കൊണ്ടുപോയി ഇടുകയായിരുന്നു. എങ്ങനെയോ തീയുടെ സഹായത്തോടെ അവിടെ കണ്ട 2 റെപ്റ്റൈൽസിനെ കീഴ്പ്പെടുത്തി അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. റെപ്റ്റൈൽസ് ബക്കിനെ കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ ബക്ക് അവരെ നേരിടുമ്പോൾ ഒരു ഗ്യാസ് പരന്ന് എല്ലാവരും ബോധം കെടുകയാണ്. ഉണർന്നപ്പോൾ അവരെ രക്ഷപ്പെടുത്തിയ ആളെ കണ്ടുമുട്ടുന്നു. സി, പഴയ സ്ക്വാഡിലെ മറ്റൊരു അംഗമാണ്. അവൾ ഒരു സ്കങ്കാണ്. അവളുടെ ഗ്യാസ് ഉപയോഗിച്ചാണ് നേരത്തെ എല്ലാവരും ബോധം കെടുത്തിയത്. സി ഓർസോണെ തടയാൻ കച്ച കെട്ടിയിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ലോസ്റ്റ് വേൾഡ് എന്നേക്കുമായി നശിപ്പിക്കപ്പെടും. അങ്ങനെ 4 പേരും യാത്ര തുടരുകയാണ്. ഈ സമയം ഓർസോൺ ബക്കിന്റെ സങ്കേതത്തിൽ എത്തിയിരിക്കുകയാണ്.
രണ്ട് റപ്റ്റേഴ്സിനെ കൊണ്ട് ലോസ്റ്റ് വേൾഡ് കീഴടക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി പുതിയ പദ്ധതി മനസ്സിൽ കൊണ്ടുവരികയാണ് ഓർസോൺ. കൂടുതൽ റപ്റ്റേഴ്സ് ഓർസോണിന് വേണ്ടി വരികയാണ് വാട്ടറിംഗ് ഹോൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട്. എത്രയും പെട്ടെന്ന് എല്ലാവരോടും രക്ഷപ്പെടാൻ പറയുകയാണ് ബക്ക്. പക്ഷെ അപ്പോഴേക്കും ഓർസോൺ വന്നിരിക്കുന്നു, നൂറുകണക്കിന് റപ്റ്റേഴ്സുമായി. എല്ലാവരും ഓടി ഒളിക്കുകയാണ്. ബക്കിന് ഒരാളുടെ സഹായം അത്യാവശ്യമാണെന്ന് പറഞ്ഞ് അയാളെ തേടി പോവുകയാണ്. അങ്ങനെ വാട്ടറിംഗ് ഹോൾ കടന്ന് ടാർപിറ്റ് ആംപിറ്റും കടന്ന് ബോട്ടിൽ റപ്റ്റർ റിവറിൽ എത്തുന്നു. സിയും ബക്കും നല്ല ടേംസിലല്ല എന്ന് ഇതിനിടയിൽ നമുക്ക് മനസ്സിലാവാം. ടീമിലെ അംഗങ്ങൾ നഷ്ടപ്പെടാൻ കാരണം രണ്ടുപേരുമാണെന്ന് പരസ്പരം പഴിചാരി വഴക്കിടുകയാണ്. എല്ലിയും പോസംസും പരസ്പരം വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പോസംസ് ഇതിനിടയിൽ പോയിസണസ് ആയ പല ക്രീച്ചേഴ്സിനെയും വളരെ ലാഘവത്തോടെ എടുക്കുന്ന കാണാം. സംഗതി വളരെയധികം പോയിസണസ് ഉള്ള സാധനങ്ങളാണെന്നും അതിനെ വിട്ടുപിടിക്കുകയെന്നും സിയും ബക്കും അവരെ വാൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് ലോസ് ലഗൂണിലെത്തുന്നു. അതാ അവിടെ അവർ തേടുന്ന ആൾ മാമ ടിറക്സ്. ഇത് നോക്കിയിരുന്നത് ഇവരുടെ മക്കളെയാണ്. മാമ ടിറക്സിന് നല്ല പല്ലുവേദനയുണ്ട്. ബക്ക് അത് നോക്കുകയാണ്. ആ പല്ലെടുക്കാൻ സി ഗ്യാസ് ഉപയോഗിക്കുന്നു. അങ്ങനെ മാമ ടിറക്സ് നല്ല ഉറക്കത്തിലാവുമ്പോൾ പല്ലെടുക്കുന്നു. അതാ അപ്പോഴേക്കും റാപ്റ്റേഴ്സ് എത്തിയിരിക്കുന്നു. മമ്മ ടിറക്സ് ആണെങ്കിൽ നല്ല മയക്കത്തിലും. എന്ത് കാണിച്ചിട്ടും ഉണരുന്നില്ല. ഒരുവിധം ബക്ക് ഉണർത്തുന്നു. ഓർസോണും അവിടെ എത്തിയിട്ടുണ്ട്. മമ്മ ഇപ്പോഴും നല്ല മയക്കത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ടീമിനെ തനി ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു. അവർക്കിനി രക്ഷയില്ല. ഈ സമയം സിയും ബക്കും പരസ്പരം ക്ഷമ പറയുന്നു. ഒന്നായി ഓർസോണിനെ തോൽപ്പിക്കാൻ ഉറപ്പിക്കുന്നു. അതിനായി സിയെ പോസംസുമായി രക്ഷപ്പെടാൻ സമയം നൽകാൻ ബക്ക് ഓർസോണിന്റെ പിടിയിൽ മനഃപൂർവ്വം അകപ്പെടുകയാണ്. അങ്ങനെ അവൻ തടവിലാക്കപ്പെടുന്നു. സി ടിറക്സിനോട് വാട്ടറിംഗ് ഹാളിൽ എത്താൻ പറഞ്ഞ് അവരും അങ്ങോട്ട് പോവുകയാണ്. റപ്റ്റേഴ്സ് എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സി പോസംസുമായി പ്ലാൻ റെഡിയാക്കുകയാണ്. പോസംസിനെ ട്രെയിൻ ചെയ്യുകയാണ്. കോമഡി അല്ലാതെന്ത്. പക്ഷേ പയ്യെ പയ്യെ അവർ ട്രാക്കിലെത്തുന്നു. മാനിയും കൂട്ടരും പോസംസ് ലോസ് വേൾഡിലേക്കാണ് പോയതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. സിയും പോസംസും ഓർസണിന്റെ സങ്കേതത്തിലെത്തുന്നു. ഇതേസമയം മാനിയും എലിയും അടഞ്ഞ കവാടം തുറക്കാൻ ശ്രമിച്ച് വിജയിക്കുകയാണ്. അങ്ങനെ അവർ ലോസ് വേൾഡിലേക്ക് നടക്കുകയാണ്. ഓടുകയാണ്. അല്ലല്ല, വീഴുകയാണ്. അവർ മാമ ടിറക്സിനെ കാണുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ബക്കിനെ റപ്റ്റേഴ്സിനെ ഭക്ഷണമാക്കാൻ പോവുകയാണ് ഓർസൺ. പക്ഷെ പോസംസ് അറ്റാക്ക് തുടങ്ങുന്നു. സി സ്കങ് ഗ്യാസ് ഉപയോഗിച്ച് തുരത്തുകയാണ്. അങ്ങനെ സി ബക്കിനെ രക്ഷിക്കുകയാണ്. മാമ ടിറക്സും ടീമും എത്തിയിരിക്കുന്നു. പിന്നെ റപ്റ്റേഴ്സിന്റെ അവസ്ഥ പറയണ്ടല്ലോ. ബക്ക് ഓർസോണിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും ഒരുമയോടെ ജീവിക്കണമെന്ന്. ആര് കേൾക്കാൻ? റപ്റ്റേഴ്സിനെ കീഴ്പ്പെടുത്താൻ തീയാണ് മാർഗം എന്ന് മനസ്സിലാക്കി പോസംസ് റപ്റ്റേഴ്സിനെ തങ്ങളുടെ വരുതിയിലാക്കുകയാണ്. അതെ, ഓർസോണിന്റെ ആർമി ഇപ്പോൾ പോസംസിന്റെ ആർമിയായി മാറിയിട്ടുണ്ട്. പിന്നെ ഓർസൺ ഉപയോഗിച്ച് ഒരു ഫുട്ബോൾ കളി തന്നെയായിരുന്നു. ഓർസൺ ഒരുവിധം ഓടി രക്ഷപ്പെടുന്നു. പോസംസ് ഇപ്പോൾ വലിയ സ്റ്റാറായിരിക്കുന്നു. എലി അവരെ കണ്ടതിൽ ഹാപ്പിയാണ്. പോസംസ് ക്ഷമ പറയുന്നു. എലിയും. ടീം ഫുൾ ഇപ്പോൾ പോസംസിൽ അഭിമാനിക്കുകയാണ്. എന്നാൽ അവരുടെ കൂടെ പോസംസ് വരാൻ ഉദ്ദേശിക്കുന്നില്ല. പോസംസ് ലോസ് വേൾഡിൽ തന്നെ തങ്ങാനാണ് തീരുമാനിക്കുന്നത്. സ്ക്വാഡിന്റെ ഭാഗമായി എലിയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരാമെന്ന് അവർ ഉറപ്പു നൽകുന്നുണ്ട്. അങ്ങനെ മാമയും കൂട്ടരും യാത്രയാവുകയാണ്. അതെ, മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് എല്ലിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പരസ്പരമുള്ള സ്നേഹം, ഫാമിലി എന്ന വികാരം എന്നും അവരുടെ ഇടയിൽ നിലനിൽക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ട്.